അട്ടപ്പാടി മണ്ണാർക്കാട് റോഡിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരിടത്ത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. കാര്യം അന്വേഷിക്കാനായി അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ആദിവാസി പാരമ്പര്യ ചികിത്സകൻ്റെ അടുത്ത് ആൾ കൂടി നിൽക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ക്യാൻസറിന് വരെ ഇവിടെ ചികിത്സയുണ്ട്, ഷുഗർ രോഗം പൂർണ്ണമായി മാറി എന്നൊക്കെ പറഞ്ഞ് കുറേ അനുഭവസ്ഥര കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നി അവിടേക്ക് പോവുകയാണ്. നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒന്ന് അന്വേഷിച്ചറിയാം. നമസ്കാരം. ഇതിൻ്റെ റോഡിലൂടെ വരുമ്പോഴേ ക്യാൻസറിനൊക്കെ ചികിത്സയുണ്ടെന്നും കിഡ്നി ഫെയിലിയറിന് ചികിത്സയുണ്ടെന്നും ബോർഡ് കണ്ടു. എന്താ ഇവിടെ സംഭവം? എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ 1980 മുതൽ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ 2006 മുതൽ ഇപ്പോൾ 2023 വരെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. മറ്റേ ഗുരുനാഥന്മാരൊക്കെ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയി. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അനവധി രോഗികളുടെ അസുഖം മാറ്റിക്കൊടുത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജ് കൈവിട്ട കേസ്. അതേപോലെ ഇനിയും തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഈ 3 ഭാഗങ്ങളിലും ജീവിച്ചിരിക്കുന്ന അനവധി മക്കളുണ്ട്. എന്ത് ചികിത്സയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഷുഗർ, വാദം, അതിലാണ് ഞാൻ ഫേമസ് ആയത്. ഇവിടെ മാറ്റാവുന്ന ഒരു രോഗമാണോ ക്യാൻസർ എന്ന് പറഞ്ഞാൽ? ആ അസുഖത്തിൽപ്പെട്ടവൻ പേടിച്ചിട്ടാണ് മരിച്ചു പോണത്. ഒന്നാമത് ഓപ്പറേഷൻ, കീമോതെറാപ്പി, റേഡിയേഷൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഡോക്ടേഴ്സ് കൈവിടും. അങ്ങനെ വരുന്ന കേസുകളാണ് 190% ഇവിടെ ഉള്ളത്. നമുക്കിവിടെ ധാരാളം ക്യാൻസർ റിസർച്ച് സെന്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിതൊക്കെ പഠിച്ചിട്ട് വന്നിരുന്ന് ചെയ്യുന്നതും വൈദ്യർ പഠിക്കാതെ ചെയ്യുന്നതും അല്ലേ? എനിക്ക് പഠിപ്പ് 7ാം ക്ലാസ് വരെ ഉള്ളൂ. എനിക്ക് പഠിപ്പ് 7ാം ക്ലാസ് വരെ ഉള്ളൂ. പക്ഷെ പഠിപ്പല്ല ഇതിൽ കൊടുക്കുന്ന മൂലിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മരുന്നുകൾ അറിഞ്ഞിരിക്കണം. അത് എത്ര കൊടുക്കണം, ഏത് മനുഷ്യൻ്റെ ഏത് അവസ്ഥയുള്ളവന് കൊടുക്കണം എന്നുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ടെസ്റ്റ് നടത്തിയാണ് ഇവരുടെ രോഗം? ഇവർ പുറത്തുനിന്ന് MRI സ്കാൻ, അതുപോലെ CT സ്കാന്, അതുപോലെ ബ്ലഡ്, ഷുഗറുണ്ടോ, BP ഉണ്ടോ, യൂറിയ എത്രയുണ്ട്, ക്രിയാറ്റിൻ എത്രയുണ്ട്, ഹീമോഗ്ലോബിൻ എത്രയുണ്ട് നോക്കിയാൽ ആ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്. അതായത് ആശുപത്രിയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെ 190%. ജീവിതത്തിൽ ഇന്ന് ഈ കഴിക്കുന്ന ഫുഡുകളാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഈ കഴിക്കുന്ന ഫുഡുകൾ കാരണം ഫുഡുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മനുഷ്യൻ കോടിക്കണക്കിന് ഉറുപ്പിയുണ്ടായിട്ട് യാതൊരുവിധ പ്രയോജനമില്ല. നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ച് എങ്ങനെയാണ് രോഗങ്ങളെ കവർ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ നിലവിൽ നിൽക്കുന്ന കോഴിയിറച്ചി, കോഴിമുട്ട, കറി പൗഡറുകൾ, അതേപോലെ ഉണക്ക മത്സ്യം കഴിക്കാതിരുന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഉണക്ക മത്സ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണക്കി ഉപയോഗിക്കുന്ന അതാണോ അതോ പുറത്തുനിന്ന് വരുന്നത്? തൂത്തുക്കുടി അങ്ങനെ പല ഭാഗത്തുനിന്നും വരുന്ന മത്സ്യങ്ങൾ. ഇത് വൃത്തിഹീനമായ അവസ്ഥയിൽ ചെയ്യുന്നത് കൊണ്ടാണോ? അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നേരിട്ടുള്ള അനുഭവങ്ങളോ? നേരിട്ട് ഞാൻ തൂത്തുക്കുടി പോയി ഞാൻ നേരിട്ട് എൻ്റെ കണ്ട ഒരു അനുഭവമുണ്ട്. ഉണക്ക മത്സ്യം ഉണങ്ങാനിട്ട് അവിടെ ഒരു പട്ടി ചത്ത് കിടക്കുന്നുണ്ട്, ഒരു പൂച്ച ചത്ത് കിടക്കുന്നുണ്ടാവും, 8-10 എലി ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഏറ്റി കൂടുതൽ അവിടെ വന്ന് വണ്ടികൾ കയറ്റി പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള വണ്ടികളാണ്. മലയാളികൾ മുഴുവൻ അതെ വിഷം കലർന്ന രീതിയിൽ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളാണ്. അതെ. ഇത് ഉപയോഗിക്കുന്നവ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് രോഗങ്ങൾ കടന്നത്? രോഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ കയറി പിടിച്ച് ചില ആൾക്കാർക്ക് ചൊറിയാസിസായി മാറും, ചില ആൾക്കാർക്ക് കിഡ്നി ഫെയിലറായി മാറും, ചില ആൾക്കാർക്ക് ക്യാൻസറായി മാറും. ഇപ്പം നമ്മളെ ചുറ്റും ഇപ്പോൾ കാലം പുരോഗമിച്ച മൊബൈൽ ഫോൺ വന്നു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ക്യാൻസറിന് കാരണമാകുമെന്ന് പറയുന്നു, റേഡിയേഷൻ. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ വരുന്ന രോഗങ്ങളെ എങ്ങനെയാണ് വൈദ്യർ ചികിത്സിക്കുന്നത്? ഞാൻ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഇവിടെ വന്ന അന്ന് മുതൽ ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് 5 നമ്പറാണ്, 2 ഫോൺ എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ ഇത് തോന്നിയിട്ടില്ല, എൻ്റെ അനുഭവം. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. കഴിക്കുന്ന ഫുഡിലാണ് ഈ അസുഖം വരുന്നത്. എങ്ങനെയാണ് കൂടുതലും മനുഷ്യരിലേക്ക് ക്യാൻസർ വന്ന്? ഇപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ സ്വന്തമായി കൃഷി ചെയ്യുന്ന അപൂർവം മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്നവൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളക്കാർ. അത് വാങ്ങിക്കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ ഗ്യാരണ്ടിയാണ്. 2006 സെൻസസ് കണക്കെടുക്കുമ്പോൾ 175% ക്യാൻസർ നമ്മുടെ കേരളത്തിലുള്ളൂ. ഇന്ന് 1500% ക്യാൻസറാണ്. ഒരു 10 വീടുണ്ടെങ്കിൽ 2 വീട്ടിൽ ക്യാൻസർ രോഗികളുണ്ട്. കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് വരുന്നത്. കാർബൈഡ് വെച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ വരുന്നത്, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത്. ഇവിടെ 8-9,000 ലേഡീസ് ഉണ്ട്. അവരെന്ത് കഴിച്ചു? കള്ള് കുടിച്ചാൽ ക്യാൻസർ വരും, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും. ഇവരെന്ത് കുടിച്ചു? കഴിക്കുന്ന ഫുഡിലാണ് ഇതെല്ലാം വരുന്നത്. പാക്കറ്റ് പാല് മുതൽ ഇവിടെ വരുന്ന ആ കെമിക്കൽ കഴിക്കുമ്പോൾ ക്യാൻസർ ഉറപ്പാണ്. മദ്യപിക്കുകയാണെങ്കിൽ ഈ 9,000 സ്ത്രീകളെങ്ങനെ, എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് മാറിൽ ക്യാൻസർ വന്നു? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ
90% ലേഡീസാണ്. ആ ലേഡീസിന് എങ്ങനെ ക്യാൻസർ വന്നു? അതാണ് എൻ്റെ ചോദ്യം. കഴിക്കുന്ന ഫുഡാണ്. നമ്മളിപ്പോൾ വൃക്കരോഗത്തിന് ഇവിടെ ചികിത്സയുണ്ട്. ഉണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് വൃക്കരോഗിയായിട്ട് ഒരാൾക്ക് വൃക്കയുടെ പ്രവർത്തനം നിലച്ചു പോയാൽ ഡയാലിസിസ് ചെയ്യും. വൃക്ക ചുരുങ്ങലാണ്, അല്ലാതെ ആ വൃക്കയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. മൂത്രം വെളിയിൽ തള്ളുന്നുണ്ടെങ്കിൽ ആ രോഗി രക്ഷപ്പെടുകയും ചെയ്യും. മൂത്രം തള്ളാതിരുന്നാൽ മാത്രമാണ് ഈ അസുഖക്കാർ മരണപ്പെട്ടു പോണത്. നമ്മളിവിടെ കുറേ ചാരിറ്റി നടത്തുന്നവരും അങ്ങനെയുള്ള ഈ വൃക്ക മാറ്റിവെക്കലിന് വേണ്ടി വലിയ പിരിവും ഇല്ല, സക്സസ് അല്ല. വൃക്ക മാറ്റിവെക്കൽ എത്രത്തോളം സക്സസ് ആവും? സക്സസ് അല്ല. മാറ്റിവെച്ചുകൊണ്ട് ഒരു രോഗി രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഏറി വന്ന ടോപ്പ് 5 വർഷം, അത് കഴിഞ്ഞ് തന്നെ അവൻ്റെ കാര്യം കട്ടപ്പുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇയാളെ ഈ വൃക്കരോഗി ഒരാളെ പച്ചമരുന്നിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? ഈ ഒരു വൃക്ക സംബന്ധമായിട്ടുള്ള രോഗിക്ക് ഉപ്പ് എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ പാടില്ല. ഉപ്പ് കൊടുക്കാൻ പാടില്ല. മണ്ണിനടിയിൽപ്പെട്ട കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ചേന, ചേമ്പ് അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. കൂടുതൽ ഫ്രൂട്ട്സ് കൊടുക്കാതിരിക്കുക. കൊടുത്താൽ പൊട്ടാസ്യം ജാസ്തി വരും. അപ്പോൾ അവൻ്റെ എല്ലാ പ്രവർത്തനവും നിൽക്കും. വൃക്കരോഗികളായിട്ടുള്ള അനേകം ആളുകളുണ്ട്, ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ അലോപ്പതി മരുന്നുകൾക്ക് കഴിയുന്നുണ്ടോ? ശരിക്കും ഇല്ല, കഴിയില്ല. കാരണം 8ഉം 10ഉം ഗുളികൾ എടുത്ത് കൊടുത്ത് അവർ കഴിച്ച് അവസാനം പറയും ഡോക്ടർ ഇനി ഇതുകൊണ്ട് നിവർത്തിയില്ല, ഡയാലിസിസ് ചെയ്യൂ. ഡയാലിസിസ് ചെയ്തത് കൊണ്ടൊരു രോഗി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. കാരണം എത്ര വർഷം അവർ പിടിച്ചു നിൽക്കും? എത്രയോ രോഗികളിവിടെ മരിച്ചുപോയത് ഞാൻ തെളിവ് ഞാൻ തരാം. എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ച് ജീവിച്ചിരിക്കുന്ന ആളിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. വൃക്കരോഗികളായിരുന്നു. അതെ, അവര് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നവർക്ക് ഒരു സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാം. കാരണം ഫുഡ് കൺട്രോൾ ചെയ്ത് പോവുക. ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളെക്കാട്ടും കൂടുതലും ഭക്ഷണത്തിൽ നിയന്ത്രണമാണ്. ഭക്ഷണത്തിൽ, ഫുഡിൽ നിയന്ത്രണം. എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഒരു വൃക്കരോഗി കൺട്രോൾ ചെയ്യാൻ? ജാസ്തി വൃക്കരോഗിയായ ആൾക്കാർക്ക് റാഗി എന്ന് പറയുന്ന സാധനം, ചില നാട്ടിൽ പഞ്ഞപ്പുല്ല് എന്ന് പറയും, ചില നാട്ടിൽ മുത്താരി എന്ന് പറയും. അതെ, കൂരകം, തിരുവനന്തപുരം സൈഡിൽ കൂരകം എന്ന് പറയും. ഈ സാധനം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അവർക്ക്. ഏത് മക്കൾ കൊടുത്ത് നമ്മൾ ചെറിയ മക്കളിനെ അത് കൊടുത്തിട്ടാണല്ലോ വലിയ തലമുറയ്ക്കാക്കി വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സാധനം കഴിക്കുകയാണെങ്കിൽ അവൻ കുറച്ച് കാലം കൊണ്ട് നല്ല ജീവിക്കും. ഉപ്പ് കഴിക്കാതിരിക്കുക. ഉപ്പ് അസുഖം മാറിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും നൈസായിട്ട് ഉപ്പിട്ടിട്ട് വല്ലതും കഴിക്കുക. ഒരു മനുഷ്യ ശരീരത്തിൽ വൃക്കയുടെ പ്രവർത്തനം നിലച്ചു എന്ന് അലോപ്പതി വിധി എഴുതിയ ഒരാളെങ്കിലും ഡോക്ടർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്. എനിക്കിവിടെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടുകളുണ്ട് നിറയെ. 18 പോയിൻ്റുള്ളത് 15 ദിവസം കൊണ്ട് 12 പോയ ആൾക്കാരുണ്ട്. 8 പോയിൻ്റ് 45 ദിവസം കൊണ്ട് 4 പോയിൻ്റ് ആയ ആൾക്കാരുണ്ട്. ക്രിയാറ്റിൻ്റെ അളവ്, യൂറിയ, ക്രിയാറ്റിൻ. ഈ യൂറിയയും ക്രിയാറ്റിനും കൺട്രോൾ ചെയ്താൽ തന്നെ വൃക്കരോഗികൾക്ക് ഒരുവിധം അതെ പ്രവർത്തനം. അല്ല, ഇവിടെ കാടുകളിലുള്ള അട്ടപ്പാടി വനാന്തരങ്ങളിലുള്ള പച്ച മരുന്നാണ്. നാരുകളും വേരുകളും ഇലകളും. ഇത് വൈദ്യരായിട്ട് കണ്ടുപിടിച്ചതാണോ അതോ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതാണോ? പാരമ്പര്യമായിട്ടുള്ള മരുന്നാണ്. എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഗുരുനാഥനാണ്. ഈ മരുന്നുകൾ സ്വന്തമായിട്ട് തന്നെയാണോ നിർമ്മിച്ചെടുക്കുന്നത്? അതെ, വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അതുപോലെ 10-13 പണിക്കാരുണ്ട്. ഞങ്ങളാണ് ഇവിടെ കറക്റ്റ് ചെയ്യുന്നത്, ഞങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, ഞങ്ങളാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ മരുന്നുണ്ടാക്കി നമ്മൾ രോഗികൾക്ക് കൊടുക്കുകയാണ്, രോഗികളായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഗവൺമെന്റിന്റെ എന്തെങ്കിലും നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്? ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അഗളി പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലേക്ക് ടാക്സ് കിട്ടുന്നുണ്ട്, ഈ വീടിന് കിട്ടുന്നുണ്ട്, എൻ്റെ ഈ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്, എൻ്റെ ലൈസൻസിന് കിട്ടുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിൻ്റെ ലൈസൻസ്. ഈ പഞ്ചായത്ത് ലൈസൻസ് ഉപയോഗിച്ച് മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും? മരുന്നുകൾ ബിസിനസ് ചെയ്യാൻ പറ്റും ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ മരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ ഗുരുനാഥൻ എനിക്കൊരു സമ്മതപത്രം എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മരുന്നുകൾ അത് വിതരണം ചെയ്യാനും ജനങ്ങൾക്ക് കൊടുക്കാനും എല്ലാത്തിനുള്ള ഒരു സമ്മതപത്രം, ഒരു 50 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അതും പ്രകാരമാണ് ഇപ്പോൾ ചികിത്സ? അതെ. വൈദ്യര് തന്നെ പറഞ്ഞു, ഞാൻ വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളല്ല, സാധാരണ രീതിയിൽ വന്ന് പഠിച്ച് മരുന്ന് പഠിച്ച് ചെയ്യുന്നതാണ്. അതെ. എന്തെങ്കിലും ഒരു കൈപ്പിഴവ് വന്നു പോയാൽ വൈദ്യരെ ക്രൂശിക്കാൻ നിൽക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. ഉണ്ടായിക്കോട്ടെ, അതിന് ഭയമുണ്ടോ? പേടിയില്ല സാർ. കാരണം അടുത്തിടെ ഇപ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്ത് നിരവധി വൈദ്യന്മാരെ IMA പോലുള്ള സംഘടനകൾ ഇടപെട്ട്, ഗവൺമെന്റ് ഇടപെട്ട് അറസ്റ്റ് ചെയ്ത്
ജയിലിൽ അടയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരു അനുഭവം ഉണ്ടായില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആനുകൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആരെയും ഇന്നേ വരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. രോഗികളായിട്ട് വരുന്നവരെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ള ഒരു ഉറപ്പ് എങ്ങനെയാണ്? ശരിയായി ഞാൻ പറയുന്ന കണ്ടീഷനിൽ കേൾക്കുകയാണെങ്കിൽ ആ രോഗി ഇനിയും കുറേ കാലം ജീവിക്കും. വേദനയില്ലാതെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല കണ്ടീഷനിൽ ജീവിക്കും. ആയുസിന് എൻ്റെ കയ്യിൽ മരുന്നില്ല, രോഗത്തിന് എൻ്റെ കയ്യിൽ മരുന്നുണ്ട്. എത്ര വലിയ നാറിപ്പുഴുത്ത മുറിയാണെങ്കിൽ ഞാൻ ഉണക്കി കൊടുക്കും. അതായത് ഷുഗർ ബാധിച്ച ആളുകളുടെ കൈകൾ, കാലുകൾ, വിരലുകളൊക്കെ മുറിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ മുറിക്കപ്പെടേണ്ടതാണോ അവയവങ്ങൾ? അവയവങ്ങൾ മുറിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആളിനെ തന്നാൽ മതി. ഈ ആളുടെ എത്ര നാറിപ്പുഴുത്ത മുറി ഞാൻ ഉണക്കി കൊടുക്കും. അത് ഗ്യാരണ്ടിയാണ്? ആ, ഗ്യാരണ്ടിയാണ്. എത്രത്തോളം ആളുകളെ അങ്ങനെ ചികിത്സ ചെയ്യും? ഒരുപാട് ആൾക്കാരെ ഞാൻ മുറി ഉണക്കി കൊടുത്തിട്ടുണ്ട്, ഒരുപടി ആൾക്കാരിനെ. ഇത് ഷുഗർ ബാധിച്ച ഒരാളുടെ മുറിവ് ഉണങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്രത്തോളം വിശ്വസിക്കണം? എത്രത്തോളം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറി പരിപൂർണ്ണമായി മാറും, മാറ്റിയെടുക്കും. അത് ഉറച്ചൊരു വിശ്വാസം തന്നെയാണ്. ആ, ഉറച്ച വിശ്വാസം തന്നെ. അപ്പോൾ അത്തരത്തിൽ രോഗങ്ങളുള്ളവർക്ക് ഉറപ്പായിട്ടും വൈദ്യരെ നേരിട്ട് വന്ന് കാണാം. അങ്ങനെയുള്ള അനുഭവമുള്ള ആൾക്കാരുടെ വെളിയിലിരിക്കുന്നുണ്ട്. മുറിവുകൾ കരിഞ്ഞിട്ടുള്ളൂ? മുറിവല്ല, മുറിവില്ലാതെ ഷുഗർ 15 ദിവസം കൊണ്ട് 13 ദിവസം കൊണ്ട് നോർമലായ ആൾ പറഞ്ഞു നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ ജീവിത രീതി കൊണ്ട് വരുന്നതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കഴിക്കുന്ന ഫുഡിൽ വരുന്നതാണ്. അതെ. ഇത് ജീവിത ശൈലി രോഗം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും ഷുഗർ പേഷ്യൻസ് ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ചികിത്സ, ഒരു കൃത്യമായ ചികിത്സ ഇല്ലെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതാ ശരിയാണോ? അത് ഒരിക്കലും അംഗീകരിക്കില്ല. ഫുഡ് കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അസുഖം പരിപൂർണമായി മാറും. ഷുഗർ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണോ? അതെ, ഷുഗറിനെ നോർമലാക്കി കഴിയാൻ പറ്റും. ഷുഗർ പറ്റപ്പോയ 50 താഴെ പോയ ആൾ ഔട്ടാണ്. പക്ഷേ ഷുഗറിനെ നോർമലാക്കി തരാം. ഒരു സാധാരണ ഷുഗർ 90-110 ആണ് നോർമൽ ഷുഗർ ലെവൽ. 160 വരെ വരാം. എന്നാലും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. അതിൻ്റെ മുകളിൽ വരുമ്പോഴാണ് നാവ് വരണ്ട് പോവുക, ശരീരം വേദനിക്കുക, കാലിൻ്റെ വിരലുകൾ തരിക്കുക, അതേപോലെ തന്നെ മൂത്രം കണ്ടമാനം പോവുക. ഇതൊക്കെ വരുന്നത് ഈ ഷുഗർ കൂടുമ്പോഴാണ്. ഒരു ഷുഗർ രോഗി എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. വൈദ്യരുടെ അടുത്ത് വന്നിട്ട് ആളുകൾ ഇതിന് ചികിത്സ തേടുന്നു. ഇപ്പോൾ അനുഭവസ്ഥരോട് ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട്. എത്രത്തോളം ഷുഗറിനെ നമുക്ക് നിയന്ത്രിക്കാനാണ്? ഷുഗറിനെ നിയന്ത്രിക്കാന്ന് വെച്ചാൽ ഫുഡ് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആയുഷ്കാലം ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാം. ഫുഡ് ഷുഗർ വരുന്ന ഒരു രോഗി ആയുസ് കുറയുകയാണല്ലോ ചെയ്യുന്നത്. അത് അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ ഭക്ഷണ രീതിയാണ് അവനെ തകർക്കുന്നത്. ഷവർമ, അൽഫാം തുടങ്ങിയ വിദേശ ഫുഡുകൾ ഇപ്പം നമുക്കിടയിൽ വളരെ പ്രചാരമാണ്. അതിനുശേഷം രോഗങ്ങൾ കൂടി എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റും? എന്തിനാണ് ഈ വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ നിൽക്കുന്നത്? നല്ല പണവും കൊടുത്തിട്ട് നല്ല പഴയ ഫുഡ് കഴിക്കും. കുഞ്ഞു മക്കളൊക്കെ മെമ്മറി പവറുള്ള മക്കളാണ്. അവരൊക്കെ നല്ല ഭാവിയിൽ വരണം കണ്ട ഫാസ്റ്റ് ഫുഡ്, ഗീസ്റ്റ് ഫുഡ് ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫാസ്റ്റ് ഫുഡിന്റെ വരവ് ജനങ്ങളുടെ ആയുസിനെ കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെന്താ? അത് സത്യമാണല്ലോ, സത്യമായിട്ടുള്ള കാര്യമാണത്. കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള അസുഖം വരുന്നത് കോഴിയിറച്ചി, കോഴിമുട്ട, ഉണക്ക മത്സ്യം, കറി പൗഡർ. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു മനുഷ്യനില്ല. പിന്നെ പച്ചക്കറി തമിഴ്നാടിനെ കർണാടകത്തിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കുന്നത്. കേരളത്തിൽ 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൽ ചാക്കിൽ മണ്ണ് നിറച്ച് 10 പച്ചക്കറി ഇട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയില്ല ഇവിടെ. എന്നാൽ എൻ്റെ തോട്ടത്തിൽ വരൂ, എല്ലാവിധ പച്ചക്കറി ഉണ്ട്. എന്നെക്കായി നീളമുള്ള പടവലങ്ങ വേണേൽ കാണിച്ചു തരാം, 7 അടി നീളമുള്ളത്. ഇങ്ങനെ ഒരു ആശയം, അതായത് സ്വന്തമായി കൃഷി ചെയ്യണം, അവരുടെ പൈസ ഇല്ലെങ്കിൽ പോലും വൈദ്യുതി മരുന്ന് കൊടുക്കും. അതെന്ത് വിശ്വാസത്തിന് പുറത്ത്? വിശ്വാസമല്ല, ഒരു ജീവൻ. എല്ലാ മനുഷ്യനും സാധാരണക്കാരനും ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാകില്ല. അപ്പോൾ അവൻ ഉള്ളത്, എനിക്കിത് വെറുതെ കൊടുക്കാൻ പറ്റില്ല, എന്നാലും അവൻ്റെ കയ്യിലുള്ളത് വാങ്ങുക, അത് കൊടുക്കുക. എനിക്കും 8-10 പണിക്കാരുള്ളതാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അവൻ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ അസുഖം ഞാൻ മാറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ യാതൊന്നിനെയും ഭയക്കാതെ. ഭയം നമുക്കില്ല. വന്നാൽ വരും, പോയാൽ പോകും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണെന്ന് പേഴ്സണലി സംസാരിച്ചപ്പോൾ പറഞ്ഞു. സീറോയിൽ നിന്ന് വന്നതാണ്. തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല എന്ന് ഡോക്ടർ പറയുന്നു. സത്യം. ജനങ്ങൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്യുക എന്നുള്ളത് തന്നെയാണോ? അതെ. കാശും പണവും ഇല്ലെങ്കിലും അവന് എന്നാൽ കഴിയുന്നതെല്ലാം മെഡിസിൻ കൊടുക്കാൻ കഴിയും. ഭക്ഷണം കൊടുക്കും. ഞാൻ വർഷത്തിൽ ഒരു ദിവസം ഞാനൊരു 3000 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കും. വർഷത്തിൽ ഒരു ദിവസം, ഫെബ്രുവരി മാസം 28-ാം തീയതി. ആ ദിവസത്തിൽ ഞങ്ങളിവിടെ ഇവിടെ നിലവിളക്ക് എത്തുന്ന ഒരാളുടെ കണ്ടില്ലേ, അയാളൊരു മുസ്ലിമാണ്. അയാൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അജ്മീർ ഫക്കീർ വീരാനൗലിയ എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച ആളിനെ വരും.
അയാളുടെ നേർച്ചയാണ് 28-ാം തീയതി. അന്ന് ഞാൻ 13,000 ആൾക്ക് അന്നം കൊടുക്കും. എത്രത്തോളം ആളുകളെ ഈ കാലത്തിനുള്ളിൽ ചികിത്സിച്ചു? ഞാൻ ഇവിടെ ഒരു 17,000-ന് മുകളിൽ ഉണ്ട്. അതിൽ നല്ലൊരു ശതമാനം ഇന്ന് ജീവിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ പേരിൽ മരിച്ചുപോയ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ ഹോസ്പിറ്റലും കൈവിട്ട ശേഷമാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. അതിൽ പിടിച്ചാൽ കിട്ടുന്നത് രക്ഷമാണ്. അതായത് ഒരു രോഗം ബാധിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ രോഗം മാറ്റാൻ പറ്റും. പക്ഷെ അത് പ്രത്യേകിച്ച് മലയാളികൾ അതിനൊരു മടിയന്മാരാണ്. അത് മടിയന്മാരല്ല, പണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ MBR ഹോസ്പിറ്റൽ കോഴിക്കോട്, അതേപോലെ തന്നെ അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ, അതുപോലെ തിരുവനന്തപുരം RCC, ഇവിടെയെല്ലാം കൈവിട്ട കേസുകളാണ് മലയാളീസ് ഇവിടെ വരുന്നത്. അതേസമയത്ത് തമിഴ്നാട് കോയമ്പത്തൂർ, കുപ്പസ്വാമി, രാമകൃഷ്ണ, ഗംഗ, മാസാണി, കൊങ്കിനാട് ഈ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെയും പോയി കൈവിട്ട നോയാളികളാണ് ഇവിടെയുള്ള എല്ലാം മൊത്തം. അല്ലാതെ ഞാൻ ആരും വീട്ടിൽ പോയി വാന്ന് പറഞ്ഞ് വിളിച്ചതില്ല. ഒരാൾ നന്നാവുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും മറ്റാളിനോട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിളംബരം. ഇതെന്തെങ്കിലും മാർക്കറ്റിംഗ് തന്ത്രങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പരസ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തു? ഞാൻ പരസ്യം ചെയ്തില്ല. ഓരോ ആൾക്കാരും എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ അസുഖം മാറുമ്പോൾ അവരെന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഈ ഭാഗത്ത് ഒരുപാട് ഇന്ന് ജീവിച്ചിരിക്കുന്ന അനവധി മനുഷ്യന്മാരുണ്ട്. അപ്പം അതിൽ തന്നെ ഞാൻ പറയുന്നു, ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞില്ലേ 2012 ഒന്ന് മാറിൽ അസുഖം വന്നു കഴിഞ്ഞ് വന്ന സ്ത്രീ ഇന്നും ജീവിച്ച് 23 ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ മകനക്കാണ് ഞാൻ എൻ്റെ മോളിനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് അവർ പെൺകുട്ടിനെ ചോദിച്ചു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തു. പെൺകുട്ടികളെ നമുക്ക് വീട്ടിൽ അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതായത് അവർ ശരിക്കും അങ്ങനെ ഒരു രോഗം മാറിയിട്ടുണ്ടെങ്കിൽ വൈദ്യരെ അവർ ദൈവതുല്യനായിട്ടല്ലേ? അതെ, ഇന്നും അവർ എനിക്ക് വേണ്ട അവരുടെ മകൻ ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടോർച്ചായിട്ടും പല സാധനം എനിക്ക് കൊടുത്തു തരുന്നുണ്ട്. ഇന്നും ആ ഒരു സ്നേഹം എപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഒരു 3 മാസം കൂടുമ്പോൾ ഞാൻ ആലപ്പുഴ പോകും. വേറെ എവിടെയൊക്കെയുണ്ട് നമുക്ക് ചികിത്സ? വേറെ എവിടെയും പോയി ചികിത്സിക്കുന്നില്ല. ആദ്യം എറണാകുളം ചേരാനെല്ലൂർ പോയിരുന്നു. ഇപ്പോൾ എനിക്ക് വണ്ടിയിൽ ഓടി എൻ്റെ കാല് വീങ്ങുകയാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഓടാൻ വയ്യ. അതിൻ്റെ പേരിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിറക്കണം. ഒരു രോഗം വന്നാൽ പുറത്ത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുക? പുറത്ത് ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ നിർബന്ധപ്രകാരം അന്ന് തന്നെ പിടിച്ചുകൊണ്ട് എൻ്റെ 2,86,000 പോയി. അത് ഹാർട്ട് ബ്ലോക്കാണ്. അതാണ് എനിക്ക് ആൻജിയോ ചെയ്യണം, മറ്റേ ചെയ്യണം പറഞ്ഞിട്ട് എൻ്റെ 5 ദിവസം കിടന്നു. 2,86,000 പോയി. എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത പിന്നെ ഒരു കൊല്ലമായിട്ട് എനിക്ക് വന്നിട്ടില്ല. അവർ 13 ഗുളികയായി തന്നു. ഞാൻ ഒരു ഗുളികയും കഴിക്കില്ല. ഞാൻ എൻ്റെ മരുന്ന് അല്ല, ജീവൻ മരണ പോരാട്ടമല്ല. കാരണം എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും നിർബന്ധപ്രകാരം ഞാൻ പോയത്. അല്ല, ഞാൻ പോകില്ല. ഡോക്ടർമാരും വിശ്വാസമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണത്. പഴയ ഡോക്ടർമാർ പച്ചവെള്ളം തന്നാൽ അസുഖം മാറും. ഇപ്പോഴുള്ള പുതിയ ചെറുപ്പക്കാർ 21, 22 വയസ്സുള്ളവരാണ്. അവരെന്തെന്നാ കാട്ടുന്നത് നമുക്കെന്നെ അറിയില്ല. ഇവർ പുസ്തകത്തിൽ പഠിച്ചു വരുന്ന ഒരു മരുന്നാണ് അലോപ്പതി ഡോക്ടേഴ്സ് ചെയ്യുന്നത്. അതെ, ശരിക്കും പ്രായോഗികതയാണോ വേണ്ടത്, പുസ്തകത്തിൽ പഠിച്ചതാണോ? പ്രായോഗികത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മെമ്മറി പവറും അതുപോലെ കൈപ്പുണ്യം, ദൈവത്തിൻ്റെ കൈപ്പുണ്യമാണ് ഏറ്റവും വലുത് ഇത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവ എൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട്. തമ്പുരാനെ മുൻനിർത്തിയിട്ട് ഞാൻ കൊടുക്കുന്നത്. ആ തമ്പുരാനെ മുൻനിർത്തിയിട്ട് ആ രോഗിക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്ക് ആരും ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു അസുഖത്തിന് ഇന്ന മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് അവർ അതിൻ്റെ ഗുണമുണ്ട്, എനിക്ക് നല്ല കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുള്ളൂ. എനിക്കത് അധികമായി പറഞ്ഞു വന്ന ആരും ഇവിടെ ഇല്ല. ഒരാളെങ്കിലും നിർബന്ധിച്ച് ഡോക്ടർ വൈദ്യുതി ഇവിടേക്ക് കൊണ്ടുവരാറുണ്ടോ? ഒരാളെയും നിർബന്ധിക്കില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അവരോട് പറയും. ഇന്ന രീതി കഴിക്കണം, ഇന്ന പഥ്യം വേണം. അത് പഥ്യം കിട്ടിയാൽ അവർക്ക് 5 ദിവസം കൊണ്ട് അതിന് ഗുണം കാണും. ഇത്രത്തോളം രോഗികളെ ഭേദപ്പെടുത്തുന്ന ഒരു വൈദ്യർ അപ്പോൾ വൈദ്യരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടായിരിക്കും ദൃശ്യമാധ്യമങ്ങൾ, ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ പരിഗണിക്കാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്കതൊരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാൾ ഒരു ദിവസം വന്നാൽ മതി. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പണിക്കാർക്ക് ശമ്പളം കൊടുത്ത് ബാക്കി മിച്ചമുള്ള കാശ് കൊണ്ട് ഞാൻ കഞ്ഞി കുടിക്കും. ഒരു സാധാരണ ഷുഗർ രോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല്, ഹോർലിക്സ്, ആപ്പിള്, ഓറഞ്ച്, അതുപോലെ പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുക, മണ്ണിനടിപ്പെട്ട കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ചേന, ചേമ്പ്, മരച്ചീനി കഴിക്കാതിരിക്കുക. 3 നേരം കാന്താരി ചമ്മന്തിയും കഞ്ഞിയും കുടിക്കുകയാണെങ്കിൽ അവൻ്റെ ഷുഗറും പ്രഷറും പറക്കും. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പരസ്യം കണ്ടു, കാന്താരി നെല്ലിക്ക. ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഇത് രണ്ടും നല്ലതാണ് ശരീരത്തിന്. അത് ഷുഗറിനെ കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഷുഗറിനെ കുറയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും അതുമാത്രം പോരാ. ഈ കഴിക്കുന്ന ഫുഡ്, ഈ ഗോതമ്പ്
ചപ്പാത്തിയും 2 സാധനം കഴിക്കാതിരിക്കുക, നല്ല അരിയുടെ കഞ്ഞി കുടിക്കുക. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഷുഗർ വന്ന ഒരാൾ ചപ്പാത്തി കഴിക്കണം, ഗോതമ്പ് കഴിക്കണം എന്നാണ്. വൈദ്യര് പറയുന്നത് ഇത് കഴിക്കരുതെന്ന്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു അതിൽ ഈ ചപ്പാത്തിയിലും ഗോതമ്പിലും ഈ നല്ല മധുരമുണ്ട്, സ്റ്റാർച്ച് കൂടുതലാണ്. അതെ, ചോറിലുള്ളതുപോലെ തന്നെ ഗോതമ്പിലുണ്ട്. ഉണ്ട്, കഞ്ഞി കുടിക്കാം. അതുകൊണ്ടായിരിക്കും ഡോക്ടേഴ്സ് എല്ലാം ചപ്പാത്തി കഴിക്കണം. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ഡോക്ടറും MBBS ഡോക്ടറും അവൻ്റെ ഇംഗ്ലീഷും കമ്പനിക്കാരൻ്റെ ഗുളികയിൽ എഴുതി കൊടുക്കണത്. ഞാൻ എൻ്റെ മെഡിസിൻ ഞാൻ കഴിച്ച് നോക്കി എൻ്റെ പവർ നോക്കിയിട്ട് കൊടുക്കണത്. ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ പവർ ഞാൻ കുടിച്ച് നോക്കും. സ്വന്തമായിട്ട് തന്നെ പരീക്ഷിച്ച ശേഷം നിങ്ങൾക്ക് തരുള്ളൂ. കാരണം അതിന് എത്ര പവർ ഉണ്ടെന്നാണ് നമ്മുടെ. അങ്ങനെ നോക്കുന്നത് കൊണ്ട് സ്വന്തമായി ശരീരത്തിൽ ഇങ്ങനെ പരീക്ഷണം നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒരു പ്രശ്നമില്ല, ഞാൻ നല്ല ഹാപ്പിയാണ്. എല്ലാം ചെയ്യും, എല്ലാ ദിവസവും ചെയ്യും. ഈ 30-ാം തീയതി എനിക്കിവിടെ ഒരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷനിൽ എൻ്റെ അസുഖം മാറിയ ഒരുവിധമുള്ള രോഗികളെ മൊത്തം ഞാൻ ക്ഷണിക്കുന്നതായിരിക്കും. ഇവിടെ പേഷ്യൻ്റായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. ചേട്ടാ നമസ്കാരം. എന്ത് രോഗത്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഷുഗർ രോഗത്തിന് വേണ്ടി വന്നതാണ്. ഷുഗർ എത്ര ദിവസമായി ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട്? 15 ദിവസം മുമ്പ് വന്നിരുന്നു. അന്ന് മരുന്ന്. അന്ന് ഷുഗർ ലെവൽ എത്ര ഉണ്ടായിരുന്നു? അന്ന് ഷുഗർ 200 ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം. ഇപ്പോൾ അത് ഷുഗർ 105ലേക്ക് താഴ്ന്നു. കൺട്രോൾ ആയിട്ടുണ്ട്. ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റ് വന്ന ആളാണോ? കൂടെ വന്ന ആളാണോ? എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്ന്? ഇദ്ദേഹം പിന്നെ കാരണം ഇദ്ദേഹം പരസ്യം ചെയ്തില്ല. ഞങ്ങൾ ഇദ്ദേഹത്തിന് പൂർണ്ണമായും ട്രീറ്റ്മെൻ്റ് ആയി എന്ന് കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി മരുന്ന് കഴിച്ചിട്ട് കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട്, ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരാഴ്ച കൂടി മരുന്ന് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ശരിക്കും വിശ്വാസമായോ ചേട്ടാ? എനിക്ക് ശരിക്കും നല്ല അനുഭവത്തിന് എല്ലാ കാര്യങ്ങളും ക്ലിയറായി. അസ്വസ്ഥതയൊക്കെ മാറിയോ? അസ്വസ്ഥത മാറി, ക്ഷീണം മാറി, ദാഹം. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? എനിക്ക് ദാഹം ഉണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. ഈ മരുന്ന് കുടിച്ചതിന് ശേഷം നല്ല ആശ്വാസകരമാണ്. ഇത് ഞാൻ പറഞ്ഞൊന്നും പറയുന്നതല്ലോ അല്ലേ? അല്ലല്ല, സ്വന്തം അനുഭവം തന്നെ പറയുന്നത്. வணக்கம். ட்ரீட்மெண்ட்டுக்கு வந்ததா? இல்லை, நல்ல ட்ரீட்மெண்ட் எடுத்திருக்காங்க. என்ன ட்ரீட்மெண்ட்? டயாலிசிஸ் பண்ணுறதுக்காக கிட்னி. உங்களுக்கு? எனக்கு இல்லை, என்னோட அப்பாவுக்கு. இப்போ டயாலிசிஸ் பண்ணியிருக்கியா? ஆமாம், அது ரெகுலராக பண்ணிட்டு தான் இருக்கேன். அதுக்கப்புறம் தானே இந்த இடத்துல ட்ரீட்மெண்ட்? ஆமாம். இவங்க வந்து மெடிசன் எடுக்க சொல்லியிருக்காங்க. 90 days டைம் கொடுத்துருக்காங்க. ஓகே. ஸோ எப்படி வந்ததுக்கப்புறம் எப்படி? இப்போ கொஞ்சம் பரவாயில்ல. ஸோ அந்த ஒரு நம்பிக்கையில் தான் நாங்கள் திருப்பி. எந்த ஊர்? நாங்கள் மதுரையிலேருந்து இந்த இடத்துல வந்திருக்கேன். ஓகே, தேங்க்யூ. ചപ്പാത്തി നോയാളി സാപ്പിട്ടിട്ടുണ്ടെങ്കിൽ ലെറ്റിൻ ഫ്രീ ആയി പോകില്ലമ്മാ. எதுக்கு வேண்டாத குழம்பு? நீ இட்லி தோசை ஆப்பம் இடியப்பம் புட்டு அந்த மாதிரி பண்ணுமா. மோஷன் ட்ரபிள் வருന്ന ആൾക്കാർക്ക് ചപ്പാത്തി வேண்டாம். சப்பாத்தி கொடுத்து மறுபடியும் மோஷன் துவக்கம். சரியா? அந்த மாதிரி பண்ணி 5 நாள்ல எனக்கு கூப்பிடு. சரி அப்பா, நீங்க சொன்னது கீரை எல்லாமே சேர்த்துக்கலாம். பழம் சாப்பிட்டு அது வலி கொண்டு துடிக்கும். வேணுமா? தொடவே இல்லப்பா. ஆமா, நான் சொன்னபடி எல்லாம் கரெக்ட் ஃபாலோ பண்ணு. கீரை எல்லா கீரையும் சாப்பிடணும்ல? ஆமா, அனைத்து கீரை வகைகளும் சாப்பிடு, தப்பில்லை. சரி சரி. சரியா? சரிப்பா. சரிம்மா, எதுனா கூப்பிடு. 5 நாள் கழிஞ்சு எனக்கு கூப்பிடு. சரிப்பா. நீ 5 நாள் கழிஞ்சு கூப்பிடு. சரி கூப்பிடுறேன்ப்பா. சரி பை.